ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ താൻ നടത്തിയ വഴിപാട് വിവരങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർ പരസ്യപ്പെടുത്തതായി ഒരു അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ പരാമർശിച്ചിരുന്നു. പിന്നാലെ വിശദീകരണവുമായി ദേവസ്വം ബോർഡ് രംഗത്ത് വരുന്നു. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് ചോർന്നിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ശബരിമലയിലെ വഴിപാട് രസീത് സംബന്ധിച്ച് നടൻ മോഹൻലാലിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമാണ് എന്നും രസീത് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത് ദേവസ്വം ഉദ്യോഗസ്ഥരല്ല എന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നു. മോഹൻലാലിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാണ്. അദ്ദേഹം ശബരിമല ദർശനം നടത്തിയ വേളയിൽ നടൻ മമ്മൂട്ടിക്ക് നടത്തിയ വഴിപാട് രസീതിന്റെ ഭക്തന് നൽകുന്ന ഭാഗമാണ് മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത്. ഒരു വഴിപാടിന് പണം അടയ്ക്കുമ്പോൾ കൗണ്ടർ ഫോയിൽ മാത്രമാണ് ദേവസ്വം സൂക്ഷിക്കുക. രസീതിന്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തുന്ന ആൾക്ക് കൈമാറി. ഇതേ രീതിയിൽ മോഹൻലാൽ വഴിപാട് നടത്തിയപ്പോഴും അദ്ദേഹം ചുമതലപ്പെടുത്തി ദേവസ്വം കൗണ്ടറിലെത്തി പണമടച്ച ആൾക്ക് രസീതിന്റെ ഭാഗം കൈമാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയുമില്ല. ഈ വസ്തുതകൾ ബോധ്യപ്പെട്ട നടൻ മോഹൻലാൽ പ്രസ്താവന തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. പുതിയൊരു വിവാദത്തിന്റെ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ നടത്തിയ പൂജാ വിവരങ്ങൾ ചോർന്നതിൽ മുസ്ലിം സമുദായത്തിന് വലിയൊരു നാണക്കേട് ഉണ്ടാകുന്ന പ്രസ്താവനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പല മുസ്ലിം സംഘടനകൾക്കും ഇതൊരു വലിയ തിരിച്ചടിയായി. മമ്മൂട്ടി മാപ്പ് പറയണം, അള്ളാഹു അല്ലാതെ ഒരു ദൈവം ഒരു മുസൽമാന് പാടില്ല എന്ന മട്ടിൽ വളരെ വിശദമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മമ്മൂട്ടി പശ്ചാത്തപിക്കണം എന്നൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മമ്മൂട്ടിക്ക് വേണ്ടി നടത്തിയ പൂജ അതെങ്ങനെ പുറത്തറിഞ്ഞു? ശബരിമലയിലെ ആ പൂജയുടെ വിവരങ്ങൾ ചോർന്നത് സംബന്ധിച്ചിപ്പോൾ ദേവസ്വം വകുപ്പിനെതിരെയും ശബരിമല ക്ഷേത്രത്തിനെതിരെയും ആരോപണങ്ങൾ ശക്തമാവുകയാണ്. ഇതിന്റെ പിന്നിൽ മോഹൻലാൽ അല്ല, ഒരു കാരണവശാലും മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് ആ വിവരങ്ങൾ ചോർന്നിട്ടില്ല. ചില വിഭാഗങ്ങളിൽ നിന്ന് കടുത്ത വിമർശനം വരികയാണ്. ഞങ്ങളല്ല എന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. മോഹൻലാൽ പറയുന്നു ഇതിന്റെ പിന്നിൽ താനല്ല. മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും വിവരങ്ങൾ പോയിട്ടില്ല. മോഹൻലാലുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളിൽ മമ്മൂട്ടിയുടെ ഫാൻസിന് ഇപ്പൊ ആർക്കെങ്കിലും ഈ ഒരു റെസിപ്റ്റ് കിട്ടി അതിൽ സന്തോഷം തോന്നിയിട്ടാണ് മമ്മൂട്ടിയുടെ ഫാൻസിന് മോഹൻലാൽ ലാലേട്ടൻ മമ്മൂക്കയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ചെയ്തു എന്ന് ഫാൻസിന് അയച്ചു കൊടുത്തതാണോ, അങ്ങനെയാണോ ഇത് ചോർന്നത് എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടുന്ന കാര്യം. ഇത് മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, അങ്ങനെ ആയിരിക്കാം. അല്ലാതെ മോഹൻലാൽ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവത്തിന് പ്രചരണം കൊടുക്കുകയില്ല എന്നാണ് മോഹൻലാൽ ഫാൻസ് പറയുന്നത്. എന്തായാലും ഇങ്ങനെ പണം അടച്ച ആളുകൾക്ക് മാത്രമേ ഈ രസീത് കിട്ടുകയുള്ളൂ. ആരായാലും ആ പണമടച്ച ആളിൽ നിന്ന് ചോർന്നതായിരിക്കും വിവരങ്ങൾ എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. എന്തൊക്കെയായാലും ശരി, ഇങ്ങനൊരു കാര്യം ഒരു മുസൽമാൻ ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ മുസൽമാൻ ഇപ്പൊ മമ്മൂട്ടി അദ്ദേഹത്തോട് പറഞ്ഞു ചെയ്യിച്ചതാണ് എങ്കിൽ മമ്മൂട്ടി ഇതിന് പകരമായിട്ട് പശ്ചാത്തപിക്കണം. അതല്ല മോഹൻലാൽ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി മാപ്പ് പറയണം എന്നൊക്കെയാണ് വളരെ ഗൗരവമായ രീതിയിൽ മതപണ്ഡിതന്മാർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ശരി, ഇത് ഒരു മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കളാണ് അവർ, ഒരേ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് തമ്മിലില്ലാത്ത ഒരു ഈഗോ, ഇപ്പൊ നമുക്കായാലും നമ്മുടെ പ്രധാനപ്പെട്ട നമ്മളോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ തൊഴുന്ന ദൈവത്തിന് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് മുന്നിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറിച്ചുമൊക്കെ സംഭവിക്കാറുണ്ട്. അതൊരു വലിയ കാര്യമായിരുന്നില്ല. പക്ഷെ അത് ഇങ്ങനെ ഈ റെസിപ്റ്റ് ചോർന്നപ്പോൾ ാണ് അതൊരു വലിയ പ്രശ്നമായതും അത് സമുദായങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നതും. എന്തൊക്കെയായാലും ശരി, ഇതിപ്പോൾ വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. ഒരു നിർദോഷമായ ഒരു വഴിപാട് മാത്രമാണ് മോഹൻലാൽ നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ പ്രിയപ്പെട്ട തന്റെ സ്വന്തം ഇച്ഛാക്കയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത നല്ല മനസ്സോടെ അയ്യപ്പന് മുന്നിൽ ചെയ്ത ഒരു വഴിപാടാണ് ഇപ്പോൾ ആ ഒരു റെസിപ്റ്റ് ചോർന്നു എന്നതിന്റെ പേരിൽ ലോകം മുഴുവൻ അറിയുകയും അതിപ്പോൾ രണ്ട് സമുദായങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നമാവുകയും ഇനി ഈ ഹെൽത്ത് പ്രശ്നങ്ങൾക്കിടയിലും മമ്മൂട്ടിയെ ഒന്നുമില്ലെങ്കിലും വെറുതെ ഒന്ന് ടെൻഷൻ ആക്കിക്കാൻ പാകത്തിനുള്ള ഒരു വിഷയമായി മാറുകയും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇതിന്റെ നെല്ലും പതിരും വളരെ പെട്ടെന്ന് തന്നെ തെളിയും അല്ലെങ്കിൽ അത് വേർതിരിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.